വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ മാഗ്നറ്റിസത്തിനകത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളതാണ്. ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഡെഫിനിഷൻസ് ആണ് ഇതൊക്കെ. നോക്കാം. ഫസ്റ്റ് ഏതാ ചോദിച്ചിരിക്കുന്നത്? മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലേക്ക് മാഗ്നറ്റിസത്തെ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കാണ് എന്ത് പറയുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പറഞ്ഞുതരാം. ഒരു കോയിലെടുത്തു, ഒരു സോളിനോയിഡ് എടുത്തു, അതിൽ കൂടി ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഐ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യത്തില്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിനെ B0 എന്ന് വിളിച്ചു. ഓക്കെ, സോളിനോയിഡ് കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ B0 എന്ന് വിളിച്ചു. ഇതിനകത്തേക്ക് ഒരു അയൺ പീസ് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ അയൺ പീസിന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും അല്ലേ? ഇതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഇതിനകത്ത് വന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് BM എന്ന് പറയാം. ഇൻഡ്യൂസ് ചെയ്തതാണ്. ഇതിനകത്തൂടി കറണ്ട് ഫ്ലോ ചെയ്തപ്പോഴത്തേക്കും ഈ അയൺ പീസിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡാണ് BM. അപ്പോൾ എത്രത്തോളം ഫീൽഡിനെ ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദി ഫീൽഡ് വിച്ച് ഇൻഡ്യൂസസ് മാഗ്നറ്റിസം ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിലേക്ക് മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്? H എന്ന് പറയുന്നത്. That is B0 equal to mu0 into H. ഇതാണ് ഇക്വേഷൻ. B0 equal to mu0 into H. അല്ലെങ്കിൽ H equal to നമുക്ക് എന്തെഴുതാം? B0 by mu0. B0 by mu0. ഇതും പഠിച്ചിട്ടോണേ. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചിട്ടോണം. ഇനി എക്സാമിന് ചോദിച്ചാൽ നമുക്കൊരു ഡെഫിനിഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റണ്ടേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ദ ഡിഗ്രി ടു വിച്ച് എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ മാഗ്നറ്റൈസ് എ സബ്സ്റ്റൻസ് ഇസ് കോൾഡ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് H. മാഗ്നറ്റിക് ഫീൽഡ് Hനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ദ ഡിഗ്രി അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ്, എത്രത്തോളം എന്നുള്ളത്. ദ ഡിഗ്രി ടു വിച്ച് a magnetic ഓക്കെ, ഈ ഡെഫിനിഷൻ ഇതുപോലെ പഠിച്ചാൽ മതി. ദ ഡിഗ്രി ടു വിച്ച് a magnetic field can magnetize a substance is called intensity of magnetic field H. ഇക്വേഷൻ ചോദിച്ചാലോ? B0 equal to mu0 H. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? H equal to B0 by mu0. കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മാഗ്നറ്റൈസേഷൻ M എന്താണ് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റൈസേഷൻ M, ഇറ്റ് ഈസ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി സബ്സ്റ്റൻസ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത അയണിനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാഗ്നറ്റിക് മൊമെൻ്റ് കിട്ടി.
യൂണിറ്റ് വോളിയത്തിൽ 1 വോളിയത്തിൽ എത്രത്തോളം മാഗ്നറ്റിക് മൊമെന്റ് കിട്ടി, അതിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റൈസേഷൻ. ഇനി നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് IA ആണ് അല്ലേ? കറണ്ടിൻ്റെ ഏരിയ ഓഫ് ദി ലൂപ്പ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, IA ബൈ V. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംബിയർ അല്ലേ? ഇവിടെ ഒരു മീറ്റർ സ്ക്വയർ വരും, ഇവിടെ ഒരു മീറ്റർ ക്യൂബ് വരും. മീറ്റർ സ്ക്വയറും കട്ടായി പോയിട്ട് ബാക്കി എന്ത് വരും? നമുക്കൊരു മീറ്റർ താഴെ വരും അല്ലേ? ആംബിയർ പെർ മീറ്റർ. ക്ലിയർ? അടുത്ത ക്വാണ്ടിറ്റിയോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൈ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൈ എന്ന് പറയുന്നത് M/H ആണ്, റേഷ്യോ ആണ്. ആരുടെയൊക്കെ റേഷ്യോ? ഇതാരായിരുന്നു? മാഗ്നറ്റൈസേഷൻ അല്ലേ? മാഗ്നറ്റൈസേഷൻ ടു റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു H ആരായിരുന്നു? മാഗ്നറ്റൈസിങ് ഫീൽഡ്. ക്ലിയർ ആയോ? M/H റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിങ് ഫീൽഡ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ പറഞ്ഞ സംഭവമാണ്. BMനെയാണ് എന്ത് പറയുന്നത്? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്ഡ് ഇൻ എ മെറ്റീരിയൽ ഡ്യൂ ടു മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷൻ കാരണം ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് developed in a material due to magnetization. മാഗ്നറ്റൈസേഷൻ കാരണം ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് BM ഈക്വൽ ടു μ0 ഇൻറ്റു M. M ആരാ? മാഗ്നറ്റൈസേഷൻ. ഓക്കെ, ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചിട്ടോണേ. ഇനി ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്തിന് ഇക്വലൻ്റ് ആണ്? കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിന് ഇക്വലൻ്റ് ആണ്. ബാർ മാഗ്നറ്റ് ഈസ് ഇക്വലൻ്റ് ടു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. അങ്ങനെയാണെങ്കിൽ ഒരു സോളിനോയിഡിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 Ni ആണോ? μ0 Ni ആണ് അല്ലേ? ഇതെവിടെയാണ് നമ്മൾ പഠിച്ചത്? ബയോട്ട് സാവേർട്ട്സ് ലോ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് പഠിച്ചു. അത് കഴിഞ്ഞ് ആംബിയർ സർക്യൂട്ടൽ തിയറം പഠിച്ചു. അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലൊരു സോളിനോയിഡൊക്കെ വരച്ചിട്ട് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ആംബീരിയൻ ലൂപ്പൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ μ0 Ni ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനും കൂടെ നമുക്കിവിടെ വേണമെങ്കിൽ എഴുതാം. BM ഈക്വൽ ടു μ0 Ni. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് M ഈക്വൽ ടു എന്തെന്നും കിട്ടും? Ni എന്നും കിട്ടും. ഇതെല്ലാം കൂടി പഠിക്കാൻ പാടാണെങ്കിൽ ഇതെല്ലാം കൂടി പഠിക്കേണ്ട, ജസ്റ്റ് ഈ ഡെഫിനിഷൻ മാത്രം പഠിക്കുക, എന്നിട്ട് ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. BM ഈക്വൽ ടു μ0 M. കുറച്ചും കൂടി ഹയർ ലെവലിൽ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. വേണമെങ്കിൽ മാത്രം ഇത് നോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഡെഫിനിഷനൊക്കെ ഒരു വിധം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റിബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റിയും ചോദിക്കില്ല, വെറുതെ പെർമിയബിലിറ്റി എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റിബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് ചോദിക്കാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കേസിൽ ഓക്കെ, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് H ആണ്. H ഫീൽഡ് ഇവിടെ എന്ത് മാഗ്നറ്റിസം കൊണ്ടുവന്നു? BM മാഗ്നറ്റിസത്തെ ഇൻഡ്യൂസ് ചെയ്തു അല്ലേ? ശരിക്കും അവിടെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0 ആണ്.
ശരിയാണോ? എച്ച്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എച്ച് ബി എം ഫീൽഡിനെ ഇൻഡ്യൂസ് ചെയ്തു. അവിടെ ആദ്യം ഒറിജിനലി ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്തെന്ന് എഴുതാം? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു B0 പ്ലസ് BM എന്ന് എഴുതാമല്ലോ. B0 പ്ലസ് BM. ഇനി B0 ആരാന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, μ0H ആണ് അല്ലേ. BM ആരായിരുന്നു? പ്ലസ് BM ആരായിരുന്നു? μ0M ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു μ0 എന്ന് പുറത്തേക്ക് എടുക്കാം. H പ്ലസ് M വരും. ഇപ്പുറത്ത് B ആണ്. നമ്മൾ ത്രൂ ഔട്ട് അങ്ങ് H കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. B/H എന്ന് പറയുന്നത് മ്യൂ ആണ് അല്ലേ. B0/H എന്ന് പറയുന്നത് μ0 ആയിരുന്നു. അപ്പം B/H എന്ന് പറയുന്നത് മ്യൂ ആണ്. മ്യൂ ഈക്വൽ ടു μ0 1 അല്ലേ. H/H 1 ആണ്. ഇനി M/H ആരാ? സസെപ്റ്റിബിലിറ്റി കൈയാണ്. ഇനി നമുക്കറിയാവുന്ന റിലേഷൻ മ്യൂ ഈക്വൽ ടു μ0 μr ആണ് അല്ലേ. μ0 μr ആണ്. അങ്ങനെയെങ്കിൽ μr എന്ന് പറയുന്നത് ആരാണ്? 1 പ്ലസ് കൈയാണ്. 1 പ്ലസ് കൈയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താലും മതി. μ/μ0 എന്നുള്ളത് എന്ത് വരും? μ/μ0 ഈക്വൽ ടു 1 പ്ലസ് കൈ എന്ന് വരും. ഇനി μ/μ0 ആരാ? μr ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. μr ഈക്വൽ ടു 1 പ്ലസ് സസെപ്റ്റിബിലിറ്റി. കണ്ടോ ആ റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്തത്? നമുക്കിവിടെ എന്തെഴുതി തുടങ്ങാം? when a material is magnetized by magnetizing field H. When a material is magnetized by magnetizing field H, the total magnetic field B is equal to B0 plus BM. B0 is μ0H, BM is μ0M. We can take μ0 common, അല്ലേ? Then we will get μ0 equal to H plus M ആണ്. Throughout H കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. B/H is mu, permeability. μ0 into 1 plus I. നമുക്കറിയാം മ്യൂ ഈക്വൽ ടു μ0 ഇൻറ്റു μr ആണ്. അപ്പം μrൻ്റെ പ്ലേസിൽ ആര് വന്നു? 1 പ്ലസ് കൈ വന്നു. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോകണ്ട. ഈ μ0 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. μ/μ0 ഈക്വൽ ടു 1 പ്ലസ് കൈ എന്ന് കിട്ടും. μ/μ0 എന്ന് പറയുന്നത് μr ആണ്. ക്ലിയർ? ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇതുപോലുള്ള ഡെഫിനിഷൻസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ചോദിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വരാം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു 3 or 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് മാറാം. ഇപ്പം നമ്മൾ ചെയ്ത ഒരു കുഞ്ഞ് ഡെറിവേഷനും ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ വരാം. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യനും കൂടി ചിലപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരാം. ഓക്കെ, കമ്പയർ ദ സസെപ്റ്റിബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ഫെറോമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ കൈയും മ്യൂവും ഒത്തിരി വലുതായിരിക്കും. വെരി വെരി ഹൈ ആണ്. പോസിറ്റീവ് വാല്യൂ ആണ്. വെരി വെരി ഹൈ വാല്യൂ ആണ്. അതേസമയം പാരാമാഗ്നറ്റിക് ആണെങ്കിൽ രണ്ടും ഗ്രേറ്റർ ദാൻ 1 ആണ്. പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ സ്മോൾ ആണ്. ഒത്തിരി വലിയ വാല്യൂ അല്ല. ഇതെന്ന് പറയുന്നത് വെരി ഹൈ വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ആണ്, ബട്ട് സ്മോൾ വാല്യൂ ആണ്. ഇനി ഡയാമാഗ്നറ്റിക്കിൻ്റെ കേസ് വന്നാലോ? ഇത് രണ്ടും നെഗറ്റീവ് ആണ്. ഇത് രണ്ടും നെഗറ്റീവ് ആണ്. വെരി വെരി സ്മോൾ ആണ്. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് ഇട്ടോണം. പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും ഈ 3 സബ്സ്റ്റൻസിനെയും കമ്പയർ ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോസിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. നോക്കിക്കോണേ, നോക്കാൻ മറക്കരുതേ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതും പെട്ടെന്ന് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതുമാണ്. വലിയ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തുനിന്ന് വരുന്നുമില്ല.
കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷനും പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ എളുപ്പം, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം, നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഒട്ടും തന്നെ മാർക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി വലിയ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോകുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വിട്ടുപോകാതിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, ബൈ.